കഥാ തിരക്കഥാ സംവിധാനം, സംഗീത സംവിധാനം, ഗാനങ്ങൾ, എഡിറ്റിംഗ്, നിർമ്മാണം, പിന്നെ അഭിനയവും. മലയാള സിനിമയിൽ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരേ ഒരാൾ മാത്രം. അതെ, നമ്മുടെ ബാലചന്ദ്രമേനോൻ. തലയിലൊരു വട്ടക്കെട്ടും കുട്ടാ എടാ കുട്ടാ എന്ന വിളിയോടെ നെഞ്ചിൽ കൈതിരുമ്മി പതിയെ കുലുങ്ങി നടന്ന ആ ബാലചന്ദ്രമേനോൻ. നായികാ സങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്ത്. ചെയ്യുന്ന വേഷങ്ങളൊക്കെയും തന്റേതായ ശൈലിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള കൊല്ലത്തുകാരൻ മേനോനെ മലയാള സിനിമയുടെ കുടുംബ സദസ്സുകളുടെ പ്രിയ ചലച്ചിത്രകാരൻ ബാലചന്ദ്രൻ മേനോന് ഇന്ന് 70ാം ജന്മദിനം. 1980കളിലും 1990കളിലും ബാലചന്ദ്രൻ മേനോൻ നിരവധി സിനിമകൾ ചെയ്തു. 40 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള അദ്ദേഹം 100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 1998 പുറത്തിറങ്ങിയ സമാന്തരങ്ങൾ എന്ന സിനിമയിലെ സ്റ്റേഷൻ മാസ്റ്ററായി അഭിനയിച്ചതിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത് തിരക്കഥ എഴുതി അഭിനയിച്ചതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടവും നേടിയിട്ടുണ്ട്. മേനോൻ നിരവധി അഭിനേതാക്കളെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏപ്രിൽ 18-ന് ശോഭന, വിവാഹിതരെ ഇതിലെ പാർവതി, മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ളയിലെ മണിയൻ പിള്ള രാജു, മണിച്ചപ്പ് തുറന്നപ്പോൾ കാർത്തിക, അമ്മയാണ് സത്യത്തിലെ ആനി, ഏപ്രിൽ 19-ന് നന്ദിനി എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിൽ അരങ്ങേറ്റം കുറിച്ച അഭിനേതാക്കൾ. ശിവശങ്കര പിള്ളയുടെയും ലളിതാദേവിയുടെയും മകനായി 1954 കൊല്ലത്താണ് ബാലചന്ദ്രമേനോൻ ജനിച്ചത്. പിതാവ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ആയതിനാൽ അദ്ദേഹം ഇടവ റെയിൽവേ സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ചു. മേനോന്റെ ബാല്യകാല ജീവിതവും കൗമാര ജീവിതവും ഈ ഗ്രാമത്തിലാണ്. ഇടവ മുസ്ലിം ഹൈസ്കൂളിൽ പഠിച്ച അദ്ദേഹം ഇടവയിലെ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ സ്നേഹസ്മരണകളൊക്കെയും തന്റെ ആത്മകഥയായ അമ്മയാണ് സത്യത്തിൽ ഗൃഹാതുരമായി വിവരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ്, തിരുവനന്തപുരം കേരള ലോ അക്കാദമി ലോ കോളേജ് എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സഹോദരിമാർ സുഷമ, പ്രേമ, ഭാര്യ വരദ ബി മേനോൻ, മക്കൾ അഖിൽ വിനായക് മേനോൻ, ഭാവന ബി മേനോൻ. ബിരുദം പൂർത്തിയാക്കി 22 വർഷങ്ങൾക്ക് ശേഷം 2012 ജൂലൈ 29-ന് മേനോൻ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. 1997 കേരള സർക്കാരിന്റെ കൃഷിക്കുള്ള കർഷകശ്രീ അവാർഡും ലഭിച്ചു. മലയാളികളുടെ മനസ്സറിഞ്ഞ ബഹുമുഖ പ്രതിഭയായ ബാലചന്ദ്ര മേനോന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.